അമ്മായിച്ചനും അമ്മായിമ്മയും കൂടി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ മരുമകൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സാധാരണ പ്രയോജനമൊന്നും ഉണ്ടാകുന്നതല്ല, പക്ഷേ ഇവിടെ നല്ല പ്രയോജനമുണ്ട്. ഇന്നത്തെ മേലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ഗീതു. 1 വർഷം കഴിഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് അമ്മായിമ്മയെ ഞാൻ അടുക്കളപ്പണിയിലൊക്കെ സഹായിക്കും. വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അമ്മായിമ്മ എന്നോട് പറയും, മോളെ നീ ഒന്നിനും സഹായിക്കാൻ വേണ്ട, രാവിലെ സഹായിച്ചല്ലോ അത് മതി. എങ്കിലും ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അമ്മായിമ്മ ചെറുപ്പമാണ്, ചുറുചുറുക്കുമുണ്ട്. പിന്നെ വീട്ടുജോലി, പാചകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുന്നതാണ് ഇഷ്ടം തോന്നുന്നു. കുറച്ച് വർക്കഹോളിക്കാണ്. അമ്മായിച്ചൻ രാത്രി 7 മണിയാകുമ്പോഴാണ് വരുന്നത്. രാവിലെ 9 മണിയാകുമ്പോൾ പുള്ളി ഡ്യൂട്ടിക്ക് പോകും. അദ്ദേഹത്തിനും സ്ഥിരം ഒരു ജോലിയുണ്ട്. പിന്നെ വന്നു കഴിയുമ്പോഴേക്കും രണ്ടുപേരും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയില്ല. വരുമ്പോൾ തൊട്ട് തട്ടും മുട്ടും തുടങ്ങും. പിന്നെ ഞാൻ മുന്നിൽ ചെല്ലുമ്പോൾ മാത്രമേ രണ്ടുപേരും വായടയ്ക്കാറുള്ളൂ. 24 മണിക്കൂറും അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം. പോരുകോഴികളെ പോലെ രണ്ടുപേരും തമ്മിൽ എന്തിനും പ്രശ്നങ്ങളാണ്. ഞാനത് ഹസ്ബൻഡിനോട് പറയുമ്പോഴേക്കും, നീ ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യമില്ല, നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക് 100,000 പ്രശ്നങ്ങൾ കാണും. അവർ എൻ്റെ അച്ഛനും അമ്മയാണ്. നീ അതിൽ തലയിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ അമ്മായിച്ചനും അമ്മായിയമ്മയാണ്. അവർക്കത് ഇഷ്ടപ്പെടില്ല. ആ വീട്ടിൽ നിൻ്റെ ജീവിതം പ്രശ്നത്തിലാകും. അതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല നടിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും അധികം ശ്രദ്ധിക്കാറില്ല. പിന്നെ വലിയ വഴക്കുണ്ടാക്കുകയാണ്. അയൽക്കാരൊക്കെ ഓടിക്കൂടും എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. അപ്പോൾ ശാന്തരാകുകയും ചെയ്യും. പിന്നെ രാത്രി അച്ഛൻ വരുമ്പോഴേ ഒത്തിരി പലഹാരങ്ങളും മറ്റും വാങ്ങിച്ചുകൊണ്ട് വരും. അതൊക്കെ ഉടനെ തന്നെ പോയി അമ്മായിമ്മ തുറന്നു നോക്കും. എന്നിട്ട് ഓരോന്നെടുത്ത് കടിച്ചു നോക്കിയിട്ട് പറയും, ഓ ഇത് കൊള്ളില്ല, ഈ എണ്ണ ചീത്തയാ, എവിടുന്നാ വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ മറ്റേ കടയിൽ നിന്ന് മേടിക്കണം എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയും, ആ കടയിൽ നിന്ന് ഞാൻ മേടിച്ചെന്ന്. ഓ അതൊന്നുമല്ല, നിങ്ങൾ കള്ളത്തരം പറയുകയാണ്, ഇത് പഴയ കടയിലെയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ വഴക്കുണ്ടാക്കുകയാണോ, അതോ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ ഒരു പൊരുത്തപ്പെടലുണ്ടല്ലോ, അതിനുവേണ്ടി ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി വഴക്കിടുന്നതാണോ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ചൊറിയാൻ വലിയ ഇഷ്ടമാണ്. വഴക്കുണ്ടാക്കി കഴിയുമ്പോഴേക്കും പിന്നെ അവർ ഒന്ന് പിണക്കം തീർക്കാൻ വേണ്ടി വരുമല്ലോ, ആ സമയത്ത് അവർക്ക് എന്തൊക്കെയോ ഒത്തിരി കൂടുതലാണെന്നാണ് പറയുന്നത്. ഇതാരാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ ഭർത്താവും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ പ്രകടനമാകും എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് നാളത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചേയില്ല, ഒരു 3-4 മാസം. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ദിവസം വെളുപ്പിന് ഞാനൊരു ആവശ്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടുപേരും ഒരു മുറിയിലല്ല താമസിക്കുന്നത്. എൻ്റെ അമ്മായിച്ചൻ രാത്രി മുഴുവനും അവിടെ ടിവിയുടെ മുന്നിലുള്ള സോഫയിലാണ് കിടന്നുറങ്ങുന്നത്. എന്നും അങ്ങനെയാണെന്ന് പിന്നീട് നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇടപെടണ്ടെന്ന് പറയും. പക്ഷേ എൻ്റെ അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്, എടീ എൻ്റെ മോൻ അങ്ങനെയാണ്, നീ അവനോട് ധിക്കാരപൂർവ്വം സംസാരിക്കരുത്, അവനെ നീ ബഹുമാനിക്കണം, അതാ ഇതാന്നൊക്കെ പറയും. കൊള്ളാം, സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഇവരെന്തിനാണ് എന്നോടത് പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കണ്ടേ? ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അച്ഛനും അമ്മയും കൂടെ ഒരു മുറിയിലല്ലേ കഴിയുന്നത്? അമ്മ ഉടനെ എന്നെ അടിമുടി ഒന്ന് നോക്കി. എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അച്ഛൻ മിക്കവാറും സോഫയിൽ കിടന്നാണല്ലോ ഉറങ്ങി ഞാൻ കണ്ടിട്ടുള്ളത്. ആ അതങ്ങനെ രാത്രി മുഴുവൻ TV കണ്ടിട്ട് അവിടെ കിടന്നുറങ്ങുന്നതാണ്. പക്ഷേ എന്നും അങ്ങനെയാണല്ലോ അമ്മേ. എടി, ഞാൻ അങ്ങേരെ ബെഡ്റൂമിൽ നിന്ന് ഇറക്കിയൊന്നും വിട്ടിട്ടില്ല. അങ്ങേർക്ക് തോന്നുന്ന സ്ഥലത്ത് കിടക്കാം. അങ്ങയുടെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വീടാണ്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊട്ട് പ്രവേശനം നിയന്ത്രിച്ചിട്ടുമില്ല. പിന്നെ നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ കാര്യമാണെങ്കിൽ 5-5 വർഷമായിട്ട് ഒട്ടും ഇല്ലയെന്ന് പറയാം. അപ്പോൾ പിന്നെ സോഫയിൽ കിടന്നാലെന്താ, മുറിയിൽ കിടന്നാലെന്താ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആഹാ, അങ്ങനെയാണോ അമ്മ? എനിക്കറിയില്ലായിരുന്നു. സോറി ഞാൻ ചോദിച്ചതിന്. നിങ്ങൾ തമ്മിൽ എന്നും വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ ഞാൻ മറ്റു ചില കാര്യങ്ങളാണ് വിചാരിച്ചത്. ആ, നീ വിചാരിക്കുന്നത് എനിക്കറിയാം. നീ ഓർത്തത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള വഴക്ക് എൻ്റെ ആഗ്രഹം മൂലമാണ്. ഞാൻ അങ്ങനെ അടുത്ത് ചെല്ലുന്നു, അങ്ങനെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇച്ഛാഭംഗം വന്ന് ഞാൻ എപ്പോഴും അങ്ങേരുമായി വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതല്ലേ? എന്നാൽ അങ്ങനെയൊന്നുമല്ല. എനിക്കങ്ങോട്ട് യാതൊരു താല്പര്യമില്ല. അങ്ങനെ വന്നാലും എനിക്കൊന്നുമില്ല, നിന്നാലും എനിക്കൊന്നുമില്ല. വേറെന്താ, ഈ ലോകത്തിൽ ആണുങ്ങളില്ലേ എന്ന് ചോദിച്ചു. അയ്യോ,
അയ്യോ അമ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് വഴക്ക് തീർക്കുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. നീ എന്തായാലും അതീവ മിടുക്കിയ. ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഒളിഞ്ഞും പാത്തു ഇരുന്ന് കണ്ട് നീ രസിക്കുകയാണ്. എന്നിട്ട് എൻ്റെ മോനോട് നീ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും കൂടി സ്നേഹത്തിലിരുന്ന് കഴിഞ്ഞാൽ എനിക്കും അത് സന്തോഷമല്ലേ? അയ്യോടി പാവം. എന്തായാലും ഇത് അമ്മായച്ചനും മരുമകളും തമ്മിലുള്ള എന്തോ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞു. അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അച്ഛനും ഞാനും തമ്മിൽ എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണോ അമ്മ പറയുന്നത്? പിന്നല്ലാതെ എന്താ, അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കും എൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. അമ്മ എന്താ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ വായിക്കുവടി. കാര്യം വായിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് എനിക്ക് ഒരെഴുത്തും കുത്തും പോലും ആരും തന്നില്ല. ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ആരെങ്കിലും എഴുതെങ്കിലല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ എന്ന് അമ്മായിമ്മ പറഞ്ഞപ്പോൾ ഒരു കൊട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു. അല്ല, എന്നാൽ പിന്നെ അമ്മയ്ക്ക് തന്നെ അങ്ങ് എഴുതിയാൽ പോരെ? അമ്മ എന്നെ അടിപിടി നോക്കിയിടേ. നീ ഉദ്ദേശിക്കുന്ന തരത്തിൽപ്പെട്ടൊരു സ്ത്രീയല്ല ഞാൻ. നീയൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. നിനക്കൊക്കെ വേണമെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യമില്ല. വെല്ലാം പച്ചക്കറിയോ എന്തേലൊക്കെ മതി. അതുപോലല്ല ഞാൻ എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത രസം തോന്നി. എന്തായാലും അമ്മ ഹോസ്റ്റലൊന്നും താമസിച്ചിട്ടില്ലെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിലും അമ്മയ്ക്ക് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാം. ആരാ അമ്മയുടെ ഇതൊക്കെ പറഞ്ഞത്? ഇടി, വെറുതെ എന്നെ കൈവാക്കുനിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ അമ്മായിമ്മ പോലെ ഞാൻ തുടങ്ങും കേട്ടോ എന്ന് പറഞ്ഞു. അമ്മേ, ഈ വഴക്കൊക്കെ കളഞ്ഞിട്ട് എന്നോട് സീരിയസ് ആയിട്ട് കാര്യം പറ. എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? യഥാർത്ഥത്തിലുള്ള പ്രശ്നം അങ്ങേര് ഒരു സുപ്രഭാതത്തിൽ എല്ലാം അവസാനിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് ചെല്ലും, പക്ഷേ അങ്ങേർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാലിൽ വീഴുന്ന പോലെ തന്നെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ഒരു ദിവസമെങ്കിലും എനിക്ക് ഒന്ന് അനുവദിച്ചു തരാൻ. അപ്പോൾ അങ്ങേര് അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്, ഒരനക്കവുമില്ല. പിന്നെ ഞാൻ എത്ര നാൾ കെഞ്ചും, ഞാൻ പിന്നെ മിണ്ടിയില്ല. അങ്ങേരായി, അങ്ങേരുടെ പാടായി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള ആഗ്രഹവുമായി എൻ്റെ പുറകെ നടക്കുകയാണ്. എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മയെ നല്ല കാര്യമല്ലേ? അമ്മയ്ക്ക് നിഷേധിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് കിട്ടുകയല്ലേ? ഓ, ചുമ്മാ തന്നാൽ വേണ്ട മോളെ. ഇഷ്ടമുള്ളവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തത് അനാവശ്യ സമയത്ത് വേണ്ട. അമ്മ ഇങ്ങനെ കടുംവാശി പിടിക്കരുത്. എനിക്കൊരു വാശിയില്ല. അങ്ങേർക്കൊരു വിചാരമുണ്ട്, അങ്ങേരെ ചെറുപ്പക്കാരന്മാരെ പോലെ നടക്കുകയാണ്, ഇഷ്ടം പോലെ ആളുകൾ പുറകെ വരുമെന്ന്. ഞാൻ വീട്ടമ്മയല്ലേ, എനിക്ക് ആരും കാണില്ലെന്ന്. പക്ഷേ അങ്ങനെ ഒരു മണ്ടനാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുന്ന ആണുങ്ങളെക്കാൾ കൂടുതൽ ആരാധകന്മാരുള്ള കാലമാണിത് എന്ന് പറഞ്ഞു. അമ്മ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. ഉദ്ദേശിക്കുന്നതൊക്കെ നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്നേരം അമ്മായച്ചൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അങ്ങേരെ തലോടി നീ സ്വാന്തനിപ്പിക്കണം. ഇപ്പോൾ അങ്ങേരുടെ വലങ്കൈ നീയാണല്ലോ. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്നോട് സാധാരണ രീതിയിലുള്ള സ്നേഹമുണ്ട്. ഏത് സ്നേഹമാണെന്ന് ആർക്കറിയാം. കൂടുതൽ കയറി അങ്ങോട്ടാ നിൽക്കണ്ട. നിന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ അങ്ങേർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അമ്മയുടെ ഈ പറച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി. അമ്മ എന്തൊക്കെയാ ചുമ്മാ വാവിട്ട് പറയുന്നത്? ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയില്ലെന്ന് പറഞ്ഞു. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ദിവസം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഭർത്താവിനോടൊട്ട് പറയാനും പോയില്ല. അച്ഛൻ വൈകിട്ട് വരുമ്പോൾ ഞാൻ മിക്കവാറും ഓടി ചെല്ലുന്നതാണേ, എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ വരുന്ന പോലെ. പക്ഷേ പിന്നീട് ഞാൻ പോകാതായി. ഇനിയിപ്പം ഞാൻ ഓടിക്കയറി ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മായിമ്മ സംശയിച്ചെങ്കിലോ എന്നെനിക്ക് പേടിയായിരുന്നു. എൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലോ എന്ന്. പക്ഷേ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി അത്താഴം കഴിഞ്ഞിട്ട് അമ്മായപ്പൻ സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് എന്നെ വിളിച്ചു. മോളെ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അത് അമ്മായമ്മ കേട്ടു. എന്നെ കണ്ണു കാണിച്ചു. ചെല്ലടി ചെല്ല് എന്നാണ്. ഇവർക്ക് എന്തിൻ്റെ കേടാണെന്നോർത്ത് ഞാൻ പോയി. ഞാൻ വിഴുന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായച്ചനോട് ചോദിച്ചു, അല്ല മോളെ, നീ ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പഴയ അടുപ്പമില്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതോ നിൻ്റെ അമ്മായിമ്മ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്? ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനാണെങ്കിൽ ആ സമയത്ത് പഠിക്കുകയായിരിക്കും. ഒരിക്കലുമല്ല, നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. ആദ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതൊക്കെ പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പിന്നെയും ഉണ്ടാകും. അമ്മായിമ്മ അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, അവർ പറഞ്ഞ കഥ തന്നെയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അമ്മായിമ്മയോട് ചോദിച്ചതും പിന്നീടുണ്ടായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു.
അവൾ പറഞ്ഞ കഥയെല്ലാം നീ കേട്ടല്ലോ. നീ എന്നിട്ട് ചോദിച്ചോ ഈ 5.5 വർഷത്തിന് മുമ്പ് പെട്ടെന്നൊരു ദിവസം അച്ഛൻ എന്തെല്ലാം സ്റ്റോപ്പ് ചെയ്തതെന്നും? ഞാൻ അങ്ങനെ ചോദിച്ചില്ല. എന്നാലും അമ്മ പറഞ്ഞത് പെട്ടെന്ന് അച്ഛന് താല്പര്യമില്ലാതായി. പിന്നെ അമ്മ പുറകെ നടക്കുകയായിരുന്നു, കാല് പിടിക്കുന്ന പോലെ. എന്നിട്ടും അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറുവിരലിൻ്റെ അനക്കം പോലും ഉണ്ടായില്ല. അതോടുകൂടി അമ്മ നിരാശയിലേക്ക് ഊർന്നു വീണു എന്നാണ് പറഞ്ഞത്. ഓ, ഞാനിപ്പം ചെറുവിരൽ അനക്കിക്കഴിഞ്ഞാൽ അവൾക്ക് എന്താകാനാണ്? ഒന്ന് പോവാച്ചാ, സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വെറുതെ തമാശ പറയാതെ. തമാശ പറഞ്ഞതല്ലടി. എന്തുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു? കാര്യം കാണാത്തൊരു കാഴ്ച ഞാൻ കണ്ടു. എന്താ അച്ഛൻ കണ്ടത്? മോളെ, നമ്മളുടെ വീടിൻ്റെ പുറവശത്തെ പുരയിടത്തിൽ ഇപ്പോൾ റബ്ബറല്ലേ? ആ, പക്ഷേ ഈ സംഭവം ആ റബ്ബർ വെക്കുന്നതിന് മുമ്പാണ്. അന്ന് ഇവിടെ ഒത്തിരി കൃഷികളുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടിയിട്ട് ദേ നമ്മളിവിടെ തന്നെ ഉള്ളതാണ് ദിവാകരൻ എന്ന് പറഞ്ഞൊരാൾ. ചില ദിവസങ്ങളിൽ കോളേജിൽ പഠിക്കുന്ന അങ്ങയുടെ മോനെ സഹായിക്കാൻ വരും നമ്മുടെ ഇവിടെ വെള്ളം കോരണം കൃഷിക്കൊക്കെ. അപ്പോൾ വൈകുന്നേരം വന്ന് ചിലപ്പോൾ ആ ചെക്കൻ തനിയാകും വെള്ളം കോരുക. നന്നായി പഠിക്കുന്നൊരു ചെക്കനാണ്. അതുമാത്രമല്ല നല്ല സൗന്ദര്യമുണ്ട്. പിന്നെ അവൻ കൃഷിക്കാരൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് പഴയ ഡ്രസ്സിങ് സ്റ്റൈലൊന്നുമല്ല, നല്ല അൾട്രാ മോഡേണായിട്ടാണ് അന്നേ നടക്കുന്നത്. നല്ല ബെർമുടയും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കൃഷിയൊന്നും ചെയ്യാൻ അവന് പ്രശ്നമില്ല. ഇപ്പോൾ അവന് ഗൾഫിൽ നല്ലൊരു ജോലിയാണ്. അന്നിങ്ങനെ ടൈറ്റ് കുട്ടിനിക്കറും ജീൻസും ഒക്കെ ഇട്ട് ഇവൻ നല്ല മോഡേൺ വേഷത്തിൽ വരുമ്പോൾ ഞാനും അവനെ കളിയാക്കും. ആ കൊള്ളാടാ, കൃഷിക്കാരന് പറ്റിയ വേഷം എന്ന് വെച്ചിട്ട്. പക്ഷേ അവൻ അങ്ങനെ വരികയുള്ളൂ. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, മോളെ ഈ ടൈറ്റ് നിക്കറിടുമ്പോഴേക്കും നമുക്ക് പല കാര്യങ്ങളും തെളിഞ്ഞു കാണാമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനും കണ്ടത്. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ വിചാരിക്കുന്ന പോലെയല്ല, അസാധാരണമായ ഗുണഗണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും വെറുതെ നോക്കില്ല ഒരു കൗതുകത്തിന്. അങ്ങനെ ഒരു ദിവസം നിൻ്റെ അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു, എടി കണ്ടോ കൊച്ചു ചേർക്കനാണെങ്കിലും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി ഒരു തമാശ പറഞ്ഞതാണ്. അവൾ എന്നോട് തിരിച്ച് മറുപടി പറയുകയും ചെയ്യും, ചേട്ടാ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയായിരിക്കും? വരുന്ന പെണ്ണിൻ്റെ ഒരു ഭാഗ്യം എന്നവൾ പറയുകയും ചെയ്തു. പക്ഷേ ഞാനതിന് ഒന്നും പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ നേരത്തെ വന്നപ്പോൾ കണ്ട കാഴ്ച, പതിവ്രതകളിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന എൻ്റെ ഭാര്യ അളവുകൾ എടുത്ത് പാകമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ ചെക്കൻ്റേത് ഒരു പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്. അവനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? എന്നെ കണ്ടതോടുകൂടി 2 പേരും പെട്ടെന്ന് ഞെട്ടിയകന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല, പയ്യനങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിൽ പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. ഇവളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ ഉരുണ്ട് കളിച്ചു. അത് പിന്നെ അറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങളാണ് എന്നെ അതിലേക്ക് തള്ളിയിട്ടത്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയത്. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അട്രാക്ഷൻ തോന്നി, ഒരു കൗതുകം തോന്നി എന്നൊക്കെ പറഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒത്തിരി വർഷം ഒന്നിച്ച് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോന്നും മനസ്സിൽ തേടുന്നുണ്ടായിരിക്കാം. തേടുന്നത് കണ്ടു കഴിഞ്ഞാൽ ചാടി പിടിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെയൊന്നാണ് ഇവിടെ നടന്നത്. ആ അമ്മ മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ചില്ലേ, അപ്പം അച്ഛന് ക്ഷമിക്കാമായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ലല്ലോ. ചെറിയ ചെറിയ സംഭവങ്ങളല്ലേ, അത് മനുഷ്യന് സംഭവിക്കുന്നില്ലേ. അച്ഛൻ ഒരാണല്ലേ. ആണുങ്ങളാണെങ്കിൽ ഇതിനേക്കാൾ ആക്റ്റീവായി എന്തെല്ലാം കടമ്പകൾ കടന്നു വന്നവരാകും. ആ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ആ ചെക്കനെ പിന്നെ കണ്ടു, സ്വകാര്യമായി സംസാരിച്ചു. തുടക്കമാണ് ഞാൻ കണ്ടതെന്ന് അങ്ങ് വിശ്വസിച്ച പോരല്ലോ, എന്താണെന്ന് അറിയണം. ചെക്കനെ വിശദമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചെക്കൻ മണിമണി പോലെ എല്ലാം പറഞ്ഞു. അത് തുടക്കമൊന്നും ആയിരുന്നില്ല, അളവെടുക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അളവും കഴിഞ്ഞു, അളവുകോലും കണ്ടു. കൊടിയേറ്റും ആറാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് ഞാൻ കണ്ടത്. അതോടുകൂടി ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മോളെ? യോ അച്ഛാ, അതൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. എങ്ങനെ പറയും? പെണ്ണുങ്ങൾ കള്ളികളല്ലേ. അച്ഛനങ്ങനെ എന്നെ കൂടെ അടിച്ചാക്ഷേപിക്കരുത്. എല്ലാ സ്ത്രീകളും മോശക്കാരികളല്ല. ശരി, ഞാൻ ആരെ ആക്ഷേപിക്കുന്നില്ല. ഇപ്പം ഞാൻ നിർത്തിയതിൻ്റെ കാര്യം നിനക്ക് മനസ്സിലായല്ലോ. അല്ലാതെ അവൾ കിടന്ന് പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ശരി, അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു, അച്ഛൻ നിർത്തി. പിന്നെ ഇപ്പം എന്തിനാ പുറകെ നടക്കുന്നത്? ആര് പുറകെ നടക്കുന്നു? ഞാനിങ്ങ് പുറകെ നടക്കുന്നില്ല. അന്നേ നിർത്തിയതാണ്. അവളൊട്ട് നിർത്തിയതുമില്ല. അവൾ അവളുടെ കാര്യങ്ങൾ തുടരുന്നുണ്ട്. അയ്യോ, അമ്മ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ലല്ലോ. എന്തിനാ മോളെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്? വീട്ടിലേക്ക് ആളുകൾ വന്നോളും. യോ അമ്മ പക്ഷെ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ആരെങ്കിലും ആരുടെയെങ്കിലും കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളത് തുറന്നു പറയുമോ? അങ്ങനെയാണ്. അപ്പോൾ അച്ഛന് ഇതിന് മറുപടിയൊന്നുമില്ലേ? ആ, ഞാനും എൻ്റെ കാര്യം നോക്കുന്നുണ്ട്. ഇപ്പം ക്ലിയർ ആയല്ലോ. അല്ല
പിന്നെ എന്തിനാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്? ഇപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കായല്ലോ, പിന്നെ എന്തിനാ വഴക്ക്? അത് എടി മോളെ, നീ വരുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഇവിടെ ഒരു സംഭവം നടന്നു. അവളുടെ സ്വന്തം ആങ്ങളുടെ മോനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മാത്രം പറ്റില്ല, അത് നടക്കില്ല. പുറത്തു നിന്നുള്ള എന്ത് കാര്യം വേണമെങ്കിലും അയക്കൂ, പക്ഷേ അകത്തു നിന്നുള്ള ഈ ഒരു ബന്ധം അത് ശരിയാകില്ല എന്ന് ഞാൻ പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അവളുടെ ഏറ്റവും ഇളയ ആങ്ങളുടെ മോനാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാര്യം ആ വീട്ടുകാരുമായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും. ഈ വീട്ടിൽ അവനെ പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് ഞാൻ ജാഗരൂകനായിട്ടാണ് ഉറങ്ങുന്നത്. യോ അച്ഛാ, ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? നീ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വരുന്നവരാരും നിന്നെ ഉപദ്രവിക്കാവല്ല. നീ നിന്റെ പാട് നോക്കി കിടന്നുറങ്ങുക. നീ ആയി നിന്റെ ഭർത്താവായി. അപ്പോൾ അമ്മ ഇപ്പോൾ എങ്ങനെയാ? അമ്മ ഇപ്പോൾ എങ്ങനെയാ? അമ്മ അങ്ങ് ഇറങ്ങിപ്പോകും. പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് പാതിരാത്രിയാകുമ്പോഴേക്കും ആരെങ്കിലും കണ്ട് യക്ഷിയാണെന്ന് പറഞ്ഞ് ഓടിക്കാതിരുന്നാൽ കൊള്ളാം. യക്ഷിയും ഗന്ധർവനും കൂടെ ഏതെങ്കിലും പാലമരത്തിലോ റബ്ബറിൻ്റെ മൂട്ടിലോ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഈ വീട് ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. ആ സംഭാഷണം അവസാനിപ്പിച്ച് ഞാൻ റൂമിലേക്ക് പോയി. ഭർത്താവിനോട് പറയണോ വേണ്ട, അങ്ങനെ എന്നെ വഴക്ക് പറയും, മിണ്ടാതിരിക്കാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് വന്ന്, ഇന്നലെ അയാൾ എന്താണ് നിന്നോട് പറഞ്ഞത്? എന്തൊക്കെ എന്നെക്കുറിച്ച് കള്ളക്കഥകൾ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കള്ളക്കഥകളല്ല അച്ഛൻ പറഞ്ഞെന്ന്. എനിക്ക് മനസ്സിലായി, ജെന്യൂനായിട്ടുള്ള കഥകളാണ്. അച്ഛൻ നല്ലവനാണെന്ന് പറഞ്ഞില്ല, പക്ഷേ അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛൻ വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു. 25 വയസ്സിന് താഴെയുള്ള ഭാഗത്തേക്കാണ് അമ്മയുടെ നോട്ടമെന്നും എന്നോട് അച്ഛൻ പറഞ്ഞു. ഇതൊക്കെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ആണ്, അന്ന് ആ പയ്യനില്ലേ കൃഷി ചെയ്യാൻ വന്ന അന്ന് തുടങ്ങിയതാണ് മോളെ. ഭർത്താവിനോടുള്ള സകല താല്പര്യവും എനിക്ക് നഷ്ടപ്പെട്ടു. പിഞ്ച് വെള്ളരിക്കകൾ എൻ്റെ മനസ്സിൽ കൂടുകൂട്ടി പടർന്ന് പന്തലിച്ചു. എനിക്ക് അത് മാത്രമായി മോളെ ഇഷ്ടം. അങ്ങനെ വെള്ളരിക്കത്തോട്ടം തേടി ഞാൻ പോയി. എനിക്ക് ധാരാളം വെള്ളരിക്കകൾ അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് അമ്മാവൻ പറഞ്ഞു. അമ്മയുടെ പൂർണ്ണമായ തെറ്റാണിത് എന്ന് അമ്മയ്ക്ക് ബോധ്യമില്ലെന്ന് ഞാൻ ചോദിച്ചു. എല്ലാം അമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവാണെന്നും അമ്മയ്ക്ക് ഒന്നും മാറ്റാൻ പറ്റില്ലെന്നും അമ്മ എന്നോട് തുറന്നു പറഞ്ഞു. ഇനി ഒരു പ്രശ്നം കൂടി മാത്രമേ ഉള്ളൂ മുന്നിൽ. ആ പയ്യനെ ഇവിടെ വരാൻ അനുവദിക്കണം. കാര്യം അവൻ ബന്ധുവാണല്ലോ. അവനെ ഇവിടെ വരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകാതെ സ്മൂത്തായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവനില്ലാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്ക് മോളെ. നീ എൻ്റെ കൂടെ നിൽക്ക്. നിന്നെ ഒരു രീതിയിൽ ഞാൻ ഉപദ്രവിക്കില്ല. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ എന്തുമാകാം, എന്ത് സ്വാതന്ത്ര്യമാകാം. ഞാൻ കണ്ണടയ്ക്കും. എൻ്റെ ഭർത്താവിനോട് നീ പറയൂ. ഞാനെന്തിനും അമ്മയുടെ ഭർത്താവിനോട് പറഞ്ഞ അമ്മയ്ക്ക് പറഞ്ഞുകൂടെ? ഞാൻ ഒത്തിരി പറഞ്ഞതാ മോളെ, നടക്കില്ല. എടി, നിനക്കെല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ ഇടത്തേക്ക് തിരിഞ്ഞുപോലും നോക്കില്ല. അമ്മേ, അനാവശ്യം പറയരുത്. എനിക്കങ്ങുള്ള മോഹങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, മോഹമുണ്ടായാലും പ്രശ്നമില്ല മോളെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവ് ഇപ്പോഴും പല സ്ത്രീകൾക്കും ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. എൻ്റെ ചോയ്സ് ഏതോ ഒരു സമയത്ത് മാറിപ്പോയതാണ്. എൻ്റെ തലച്ചോറിലെ ചിന്തകൾ തന്നെ മാറിപ്പോയി. പക്ഷേ നിൻ്റെ അമ്മായിച്ചൻ അങ്ങനെയല്ല. അങ്ങേർ ഇനിയും ഒത്തിരി അംഗങ്ങൾ ജയിക്കേണ്ടവനാണ് മോളെ. നിനക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇവിടെ. നീയും എൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അമ്മായിച്ചനും അമ്മായിമ്മയുടെ സ്വഭാവത്തിലേക്ക് നീ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ഒത്തൊരുമയുണ്ടാകും. പിന്നെ എൻ്റെ മകൻ ഉത്തരേന്ത്യ വിട്ട് ഇങ്ങോട്ട് വരാൻ ഇനി എത്രയോ വർഷങ്ങളാകും. നിനക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ വെറുതെ എന്തിനാ മോളെ ജീവിതം വേസ്റ്റാക്കുന്നത്? അവൻ വരുമ്പോൾ നല്ല ഭാര്യയായി കഴിഞ്ഞാൽ പോരെ? ഞാനതിനൊന്നും ഓക്കെ പറഞ്ഞില്ല. പക്ഷെ അച്ഛനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് റിസ്ക്കാണ് ആ പയ്യൻ വന്നു കഴിഞ്ഞാലെന്ന്. ഇതിപ്പോൾ ഈ പുരയിടത്തിൽ ഒരു റിസ്ക് ഇല്ലേ? അതല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യതയുള്ള റിസ്ക്. അപ്പോൾ അതിനച്ഛന് കുഴപ്പമില്ലേ? ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടുത്തെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവസാനം എൻ്റെ നിർബന്ധം കൊണ്ട് സമ്മതിച്ചു. അച്ഛനും നല്ലവനല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അച്ഛൻ അച്ഛൻ്റെ മുറിയിൽ തനിയെയാണ്, ഞാൻ എൻ്റെ മുറിയിലും തനിയെ. പക്ഷേ അമ്മയോ അപ്പുറത്ത് ആനന്ദ നടനം ആടുന്നു. എത്ര നേരം ഇതൊക്കെ കണ്ടും കേട്ടിരിക്കാനാകും മാഡം? എനിക്കാണെങ്കിൽ അറിയില്ല, വല്ലാത്ത ഒരു പരവേശം.
അച്ഛനാണെങ്കിൽ 12 മണി വരെ TV കണ്ടിട്ട് അവിടെ കിടന്നുറങ്ങും. അച്ഛൻ ഒരു മരപ്പാവയെ പോലെ ആയോ എന്നെനിക്ക് തോന്നി. ചലനങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ എൻ്റെ കൈ കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാം ഒരു വിചിത്രമായ ജീവിതമാ മോളെ എന്ന് പറഞ്ഞു. ഞാനും ആണെന്ന് പറഞ്ഞിട്ട് ഒരു അമർത്തു കൊടുത്തു. ഗ്രീൻ സിഗ്നലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെ നോക്കി. ഞാൻ 2 കണ്ണും കാതരയായി അടച്ചു. അതോടുകൂടി എൻ്റെ മുറിയിലേക്ക് ഒരു വഴിപ്പാത നട തുറന്നു വന്നു. മണിയടിയും ദീപാരാധനയും ഒഴിച്ചിലും പിഴിച്ചിലും എല്ലാം ആ ഒരു നിമിഷം ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഞാൻ കണ്ടു, കേട്ടു, കൊണ്ടു. ഇപ്പോൾ ഈ വീട്ടിൽ പ്രശ്നങ്ങളില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മണിമുഴക്കങ്ങൾ, പല സൈഡിൽ നിന്നും മണിമുഴങ്ങും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെ. എല്ലാവരും ഒരു യോജിപ്പിലെത്തി. 6 മാസം 7 മാസമൊക്കെ കൂടിയിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വരുന്നത്. ആ സമയത്ത് ഇവിടെ മണിയുടെ ഇല്ല, മണി ഓഫാക്കിയിരിക്കും. പിന്നെ അന്ന് ഞാൻ പതിവ്രതയായിരിക്കും. ഭർത്താവ് വരുന്ന അന്ന് തൊട്ട് പോകുന്ന അന്ന് വരെ എനിക്ക് ഭൂലോകത്തിൽ ഒന്നും അറിയില്ല, ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല എന്നുള്ള മട്ടിലായിരിക്കും. അച്ഛനും അമ്മയും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവരായി അവരുടെ പാടായി വഴക്കും വക്കാണൊന്നുമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ ചേർന്നത് തെറ്റാണോ മാഡം? എല്ലാം ഒരു ഗുണമല്ലേ? ഒന്നിച്ചു നിന്നാൽ എത്രയോ ഗുണങ്ങളാണ് അല്ലേ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യായീകരിക്കാൻ പറ്റാത്തൊരു കഥയായതുകൊണ്ടും ചിലപ്പോൾ ഇതൊരു കഥ മാത്രമായതുകൊണ്ടും ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കഥ കേൾക്കുക, വായിക്കുക, ഇതൊക്കെ നമ്മളുടെ ദിനചര്യയുടെ ഭാഗമായതുകൊണ്ട് ഈ കഥയെ ന്യായീകരിക്കാതെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു കഥയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.